ഇപ്പോൾ ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ അട്ടക്കുളങ്ങര ജയിലിലേക്ക് എത്തിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ചന്തു ചന്ദ്രശേഖറുണ്ട് അവിടെ. ചന്തു, ഗ്രീഷ്മയെ ജയിലിൽ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, അല്പസമയം മുൻപാണ് ഗ്രീഷ്മയെ ജയിലിലേക്ക് കൊണ്ടുവന്നത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിനുള്ളിലേക്ക് ഇപ്പോൾ ഗ്രീഷ്മയുമായി വന്ന പോലീസ് വാഹനങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ തന്നെ അട്ടക്കുളങ്ങര ജയിലിനുള്ളിലേക്ക് ഗ്രീഷ്മയെ പ്രവേശിപ്പിക്കും. വലിയ പോലീസിന്റെ സുരക്ഷയാണ് അട്ടക്കുളങ്ങര ജയിലിന് മുൻവശത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം വലിയ തരത്തിൽ ഒരു ആൾക്കൂട്ടം ഇവിടെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു. കൂടാതെ മാധ്യമങ്ങളുടെ വലിയ നിരയുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് പോലീസിന്റെ വലിയൊരു നിര അട്ടക്കുളങ്ങര ജയിലിന് മുന്നിൽ ഇപ്പോൾ ഉണ്ട്. കുറച്ചാളുകൾ ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു നേരത്തെ. പക്ഷേ ഈ പോലീസിന്റെ വലിയ വിന്യാസമൊക്കെ കണ്ടപ്പോൾ ആരും അടുത്തേക്ക് വന്നിരുന്നില്ല. ഗ്രീഷ്മയെ കാണുന്നതിന് വേണ്ടിയും ഈ വധശിക്ഷ കിട്ടിയ പ്രതിയെ കാണുന്നതിന് വേണ്ടിയുമൊക്കെയാണ് പ്രധാനമായും ഈ ആൾക്കാർ, സമീപത്തെ കടകളിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ ഈ പ്രദേശത്തെത്തിയത്. പോലീസ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണക്കിലെടുത്ത് വലിയ തരത്തിലുള്ള പോലീസിന്റെ ഒരു സുരക്ഷ, പോലീസിന്റെ വിന്യാസമൊക്കെ അട്ടക്കുളങ്ങര ജയിലിന്റെ മുൻവശത്ത് ഒരുക്കിയിരുന്നു. എന്തായാലും ശിക്ഷാവിധി കഴിഞ്ഞതിന് ശേഷം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം ഗ്രീഷ്മ വീണ്ടും അട്ടക്കുളങ്ങര ജയിലിലേക്ക് എത്തിയിരുന്നു. ഇന്ന് രാവിലെ 9:15 കൂടിയാണ് ഇവിടെ നിന്നും ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി വിധി കേൾക്കുന്നതിനു വേണ്ടി ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത്. അവിടെ നിന്നും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും തിരിച്ച് ഫോർട്ട് ആശുപത്രിയിൽ എത്തിക്കുകയും വൈദ്യപരിശോധനാ നടപടികൾ വീണ്ടും പൂർത്തിയാക്കിയപ്പോൾ തിരികെ വീണ്ടും അട്ടക്കുളങ്ങര ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ജയിൽ റൂമുകളിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇനി ഒരു തിരച്ചിൽ, ഒരു പരിശോധന വേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും കോടതിയിൽ ഒരുപാട് പേർ ഈ ഒരു വിധി കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം കോടതിക്ക് മുന്നിൽ തമ്പടിച്ചിരുന്നു. കോടതി പ്രധാനമായും നിരീക്ഷിച്ചത്, അതായത് ആദ്യഘട്ടം മുതൽ ഗ്രീഷ്മയുടെ വക്കീലന്മാർ വാദിച്ചിരുന്ന, അഡ്വക്കേറ്റുമാർ വാദിച്ചിരുന്ന പ്രധാന വാദങ്ങളൊക്കെ തന്നെ തള്ളി പ്രോസിക്യൂഷൻ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷമാണ് ഗ്രീഷ്മ ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിലേക്ക് എത്തിയിരുന്നത്. ആദ്യം മുതൽ തന്നെ പ്രധാനമായും ഈ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ വാദിച്ചിരുന്നത് ഗ്രീഷ്മയുടെ പ്രായം കണക്കിലെടുക്കണം, വിദ്യാഭ്യാസം. ഇപ്പോൾ ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഗ്രീഷ്മയെ അട്ടക്കുളങ്ങരയിലെ ജയിലിലേക്ക്, വനിതാ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സെല്ലിൽ തന്നെയാണോ ഇപ്പോൾ ഗ്രീഷ്മയെ പാർപ്പിക്കുക എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സാഹചര്യത്തിൽ സെല്ല് മാറ്റുന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ അടുത്ത മണിക്കൂറുകളിൽ പ്രതികരണം നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. പോലീസ് വാനിലാണ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും വൈദ്യപരിശോധനയ്ക്ക് പോയതിനു ശേഷം അവിടെ നിന്നും അട്ടക്കുളങ്ങര ജയിലിലേക്ക് എത്തിക്കുകയായിരുന്നു. കനത്ത സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് പോലീസ് ഈ ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഗ്രീഷ്മയെ ജയിലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും മറ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം സെല്ലിലേക്ക് മാറ്റുകയും ചെയ്യും എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഷാരോൺ വധക്കേസിൽ, കൊലപാതക കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചന്തു നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ചന്തു, മനസ്സിലാക്കുന്നതനുസരിച്ച് ഗ്രീഷ്മയെ ജയിലിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. ഇനി ചില നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം സെല്ലിലേക്ക് മാറ്റും. ഈ സെല്ല് ഏതാണെന്ന് സംബന്ധിച്ച് ഇപ്പോൾ മാറ്റമുണ്ടാകില്ല ഈ ഘട്ടത്തിലെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ജയിൽ വകുപ്പ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്നും പങ്കുവയ്ക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഗ്രീഷ്മയെ ഈ നടപടികൾ പൂർത്തിയാക്കി അകത്തേക്ക് അട്ടക്കുളങ്ങര ജയിലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇനി അതിനകത്ത് ചില നടപടികൾ കൂടി ഉണ്ടാകും. അതും ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് എത്തിയ സാഹചര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സെല്ലാണോ അതോ സെല്ലുകളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടോ, ഗ്രീഷ്മയെ ഒറ്റയ്ക്കൊരു സെല്ലിലേക്ക് മാറ്റുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. നേരത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള തീരുമാനം
തീരുമാനങ്ങൾ ഉടനടി തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ വിചാരണ തടവുകാരിയായിരുന്നു. അതിനുശേഷം കോടതി ഗ്രീഷ്മയെ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി 2 തവണയും അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് ഗ്രീഷ്മ എത്തിയിരുന്നു. ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം ഒരു കേസിലെ മുഖ്യപ്രതി എന്ന രീതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ഗ്രീഷ്മ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയുടെ പ്രതികരണങ്ങളൊക്കെ തേടാൻ മാധ്യമങ്ങൾ ശ്രമിച്ചപ്പോഴും കുസലില്ലാതെ മടങ്ങുകയായിരുന്നു. ആദ്യ ഘട്ടത്തിൽ ഈ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും പുറത്തിറക്കുമ്പോൾ ചില അസ്വസ്ഥതകൾ വാഹനത്തിനുള്ളിൽ ഗ്രീഷ്മ പ്രകടിപ്പിച്ചതൊഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള ഭാവഭേദവും ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രധാനമായും ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് പൂർണ്ണമായും പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ച് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഗ്രീഷ്മയെ ഇപ്പോൾ സെല്ലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രതിനിധികൾ കോടതിയിൽ നിന്നൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടം മുതൽ ഗ്രീഷ്മയുടെ അഭിഭാഷകർ ഉയർത്തിയിരുന്നത് ഗ്രീഷ്മയുടെ പ്രായം കണക്കിലെടുക്കണം. ഇതിനു മുൻപ് ഇത്തരത്തിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നില്ല. ഈ 2 വാദങ്ങളും കോടതി പൂർണ്ണമായും ഖണ്ഡിക്കുന്ന സാഹചര്യമാണ്. കാരണം പ്രായം കണക്കിലെടുത്താൽ പ്രധാനമായും ഇപ്പോൾ ഷാരൂണിന്റെ പ്രായവും കണക്കിലെടുക്കുന്നു. സമാന പ്രായം തന്നെയാണ് ഷാരൂരിനും ഉണ്ടാകുക. അത് കണക്കിലെടുക്കുന്ന സാഹചര്യം. മറ്റൊരു കാര്യം, ഈ ആദ്യഘട്ടം മുതൽ ഇതിനു മുൻപ് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന ഒരു വാദമായിരുന്നു. അതും കോടതി പൂർണ്ണമായും ഖണ്ഡിക്കുന്നു. കാരണം ഇതിനു മുൻപ് 2 തവണ ഷാരൂണിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അത് തന്നെ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായിരുന്നു എന്ന ഒരു സുപ്രധാനമായ കണ്ടെത്തൽ ഈ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് ഈ കേസിൽ ഒരു വധശിക്ഷ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമായും പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചിരിക്കുന്നു. അന്വേഷണ സംഘത്തെ ശ്ലാഘിക്കുന്ന ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഗ്രീഷ്മ കുറ്റക്കാരിയാണ്, എല്ലാ തരത്തിലും കുറ്റക്കാരിയാണെന്നൊരു കണ്ടെത്തൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇതിനൊക്കെ ശേഷം വളരെ വൈകാരികപരമായ രംഗങ്ങൾക്കുമൊക്കെ ശേഷം ഗ്രീഷ്മ വീണ്ടും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയായി, ഷാരോൺ കൊലക്കേസിലെ മുഖ്യ പ്രതിയായി വീണ്ടും അട്ടക്കുളങ്ങര ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ്.